ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ ഫുൾ സ്റ്റേജ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഡാൻസിൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ മൈമിൻ്റെ ആൾക്കാർ കയറി. ഇതാണ് കേട്ടോ സ്റ്റേജ്, നല്ല വലിയ സ്റ്റേജാണ്. ഇതാണ് നമ്മളുടെ ഹോൾ, ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാവരും സ്റ്റേജിൻ്റെ ലൈറ്റും ഓഡിയോ ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻറ്റ് നടക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ട്രാവൻകൂർ ഹാൾ എന്ന് പറഞ്ഞ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആര്യാസിൽ വന്നേക്കാം. ഞങ്ങൾ 4 പേരുമാണ്, 4 ഡാൻസേഴ്സാണ് വന്നേക്കുന്നത്. ചിത്ര ഗീ റോസ്റ്റാണ് പറഞ്ഞത്, പ്രതിവേട്ടൻ പ്ലെയിൻ ദോശ ആൻഡ് താര മസാല ദോശ. എനിക്ക് പിന്നെ ഊണ് തന്നെ വേണം. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. സോ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ടീമിലെ ലേഡീസ്. അപ്പോൾ ഒരു സെൽഫി എടുക്കുന്നതിൻ്റെ തത്രപ്പാടിലാണ്. ആദ്യം തന്നെ ന്യൂ ജോയിനേഴ്സിൻ്റെ ഒരു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലക്കി ഡ്രോ കോൺടെസ്റ്റ് ആയിരുന്നു. കുറേ ലക്കി വിന്നേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നത് ഞങ്ങളുടെ ഡാൻസ് ടീമിൻ്റെ RRDയുടെ ഡാൻസ് ടീമിൻ്റെ ഒരു ഇടിവെട്ട് പെർഫോമൻസ് ആയിരുന്നു. അടുത്തത് മൈമായിരുന്നു. നമ്മൾ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സൂപ്പർ മൈമായിരുന്നു. ഒരു ഡേ ടു ഡേ കോർപ്പറേറ്റ് ലൈഫ് എങ്ങനെയാണ് ഒരു ആളുടെ ഒരു എംപ്ലോയിയുടെ എന്നുള്ളതിൻ്റെ ഒരു ആവിഷ്കരണമായിരുന്നു ആ മൈം. ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ് അവാർഡിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെയുള്ള ദിവ്യയ്ക്കും ഹരിക്കും ഉണ്ടായിരുന്നു കേട്ടോ അവാർഡ്. പിന്നെ ടീ ബ്രേക്കായി, പിന്നെ കുറേ സ്നാക്സും പല ടൈപ്പ് ചായകളായിരുന്നു. മഴവില്ല് പോലെ പല പല കളറുകളായിരുന്നു. ഞാൻ സെലക്ട് ചെയ്തത് ബ്ലൂ കളറിൽ, അത് ശംഖുപുഷ്പത്തിൻ്റെ എന്താ പറയുക പൂവിൽ നിന്നുണ്ടാക്കിയ ഒരു കട്ടൻ ചായയായിരുന്നു. ഭയങ്കര ആകാംക്ഷയോടുകൂടി കുടിച്ചത്, കുഴപ്പമില്ല എന്ന് പറയാനേ ഉള്ളൂ. അങ്ങനെ ചായയും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിരുന്നപ്പോൾ ദേവിക എറണാകുളത്ത് നിന്ന് വാങ്ങിച്ച് മിന്നുന്ന ലൈറ്റുള്ള കണ്ണാടി എനിക്ക് കാണിച്ചു തരായിരുന്നു. സോ ഞങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഒരു റൗണ്ട് പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഗ്രീൻ റൂമിലെത്തിയപ്പോൾ അവിടെ നമ്മളുടെ ഡാൻസ് ടീം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയൊരു പെർഫോമൻസ് കൂടി ഉണ്ട്. ഇതവരുടെ സെക്കൻഡ് പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഡാൻസ് എല്ലാം റെട്രോ സോങ്സ് ആണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം. ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഫാഷൻ ഷോ ആയിരുന്നു. അപ്പോൾ ഫാഷൻ ഷോ നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ടെൻഷനോടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അടുത്തത് ഞങ്ങളുടെ ഡാൻസാണ്. Sip H, that super bass got boom, boom. Got me dead live, I'm Kurt Cobain, boom, boom. Sip H, that super bass got boom.
ഏറ്റവും അവസാനം ഇയർ എൻഡ് ട്രോഫി കൊടുക്കുന്ന ചടങ്ങായിരുന്നു. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കോമ്പറ്റീഷൻസിൻ്റെയും ഇവൻസിൻ്റെയും ഒക്കെ റിസൾട്ട്സ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടീമിന് കൊടുക്കുന്ന ഒരു ട്രോഫി ആയിരുന്നു. ആൻഡ് അത് കിട്ടിയത് എൻ്റെ ടീമിനായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഡോർ നല്ല തിരക്കുണ്ട്. എല്ലാവരും ആക്ച്വലി DJ ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല വിശപ്പുണ്ട്. സോ ആദ്യത്തത് സൂപ്പ് ട്രഡീഷണലി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴോ DJ സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഫുൾ പവർ പാക്ഡ് ആയിട്ട് എല്ലാവരും ആടി തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. സോ കുറച്ച് നേരം DJ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ കുറേ അടിപൊളി പരിപാടികളും കുറേ നല്ല മെമ്മറീസ് ഒക്കെ ആയിട്ട് ആനുവൽ ഡേ 2024 ഹവായി കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.